ശ്രീമതി ആനി രാജ, എന്താണ് ഈ കേസിൽ രാഷ്ട്രീയമായ തിരിച്ചടിയെക്കുറിച്ച് താങ്കൾക്ക് പറയാനുള്ളത്? തിരിച്ചടികൾ ആർക്കൊക്കെ എന്ന് നിയമവിദഗ്ധൻ കൂടിയായ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞതിനപ്പുറം രാഷ്ട്രീയക്കാർക്ക് കൂടുതൽ പറയാനുണ്ടാകുമല്ലോ. എവിടെയൊക്കെയാണ് താങ്കളുടെ കണ്ടെത്തലുകൾ? അല്ല, രാഷ്ട്രീയ തിരിച്ചടികളിലേക്ക് വരുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ദേശീയ മഹിളാ ഫെഡറേഷന് വലിയ സന്തോഷമുണ്ട്. സുപ്രീം കോടതിയിൽ ഞങ്ങൾ അർപ്പിച്ച വിശ്വാസം, ഞങ്ങൾ NFIW വൺ ഓഫ് ദ പെറ്റീഷണറാണ് ഈ കേസിൽ. ആ വിശ്വാസം തീർച്ചയായും ഞങ്ങളുടെ വിശ്വാസം ശരിയായിരുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്നതാണ് ഇന്നത്തെ കോടതിയുടെ വിധി. അതോടൊപ്പം സൂചിപ്പിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, ഇത് ഇന്ത്യയിലെ സ്ത്രീകൾക്കാകെ തന്നെ, അതുപോലെ തന്നെ ഈ രാജ്യത്തെ നിയമ സംവിധാനത്തിൽ വിശ്വാസമുള്ള ഓരോ മനുഷ്യനും ഇന്നത്തെ സുപ്രീം കോടതിയിൽ ഇന്ന് നടന്നത് അത് അങ്ങേയറ്റം ആശ്വാസം നൽകുന്ന, എല്ലാം നശിച്ചിട്ടില്ല എന്നുള്ള ഒരു ചെറിയ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ് ഇന്നത്തെ സുപ്രീം കോടതിയുടെ വിധി എന്ന് പറയാതിരിക്കാൻ തരമില്ല. ഇത് ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ, ഈ റെമിഷൻ, ഈ കുറ്റവാളികളെ പറഞ്ഞ കാരണങ്ങൾ, അതിലേക്ക് ചിലപ്പോൾ വിശദമായിട്ട് പിന്നീട് വരാമെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറ്റവാളികളെ അവർ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർ ബ്രാഹ്മണരാണ് എന്നുള്ള ഒറ്റ കാരണത്താൽ, ബ്രാഹ്മണരെ ജയിലിലടച്ചാൽ അത് വലിയ പാപമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ തുറന്നു വിടുന്ന, ജയിൽ തുറന്ന് പുറത്തേക്ക് വിടുന്ന, അവരെ ശിക്ഷ ഇളവ് ചെയ്തു കൊടുത്ത ഒരു സാഹചര്യം. ആ ഒരു സാഹചര്യം ഒന്ന്. മറ്റൊന്ന്, ഈ രാജ്യത്ത് സർക്കാരിൻ്റെ തന്നെ കണക്കുകൾ സൂചിപ്പിക്കുന്ന സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നു. ആ അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് ഈ ഇത്തരത്തിലുള്ള കേസുകൾ, ആ കേസുകളുടെ മേൽ, ആ കേസുകളിൽ ഇടപെട്ട, പ്രത്യേകിച്ച് ലൈംഗിക അതിക്രമണങ്ങളിൽ ഉള്ള കേസുകളിൽ അതിൽ കുറ്റവാളികൾക്ക് ഇന്ന് രാജ്യം ഭരിക്കുന്ന BJPയും സംഘപരിവാർ സംഘടനകളും നടക്കുന്ന ഒരു പൊളിറ്റിക്കൽ പാറ്റേണേജ് ഉണ്ട്. അതാണ് നമ്മൾ ഗുസ്തി താരങ്ങളുടെ കേസുമായി ബന്ധപ്പെട്ട് ബ്രിജഭൂഷൺ എന്ന BJP എംപിയോടൊപ്പം ഇരുന്നു കൊണ്ട് ഈ രാജ്യത്തിൻ്റെ മോഡിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് തെക്ക് മുതൽ വടക്കോട്ട് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് സഞ്ചരിക്കുന്ന ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അത് പറയുമ്പോഴും കൂടെ ഇരുത്തി ഈ വർത്തമാനം പറയുന്നത് ബ്രിജഭൂഷണെ പോലെയുള്ള ഡൽഹി പോലീസ് ആവർത്തിച്ച് പറയുന്ന കുറ്റവാളി എന്ന് പറയുന്ന ബ്രിജഭൂഷൺ എന്ന എംപിയോടൊപ്പം ഇരുന്നാണ്. അപ്പം ഇതെല്ലാം തന്നെ ഇന്ത്യയിലെ സ്ത്രീകൾ ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ സുപ്രീം കോടതിയുടെ വിധി ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായിട്ടും വലിയ ആശ്വാസമാണ് എന്ന് തുടക്കത്തിൽ പറയാതിരിക്കാൻ വയ്യ. ഇതിൻ്റെ തിരിച്ചടികളെക്കുറിച്ച് പറയുമ്പോൾ ഇന്ന് തന്നെ നമുക്ക് നോക്കിയറിയാം, ഇത് ഒരു ദിവസം മുഴുവനും ഇതൊരു പ്രധാനപ്പെട്ട ഒരു സംഭവ വികാസമാണ്. ഈ രാജ്യത്ത് ഇന്ന് നടന്ന ഒരു സുപ്രധാനമായ ഒരു കാര്യമാണ് ഈ വിധി. എന്നാൽ അതിന് മേലെ എത്ര ചാനലുകൾ ചർച്ചകൾ സംഘടിപ്പിക്കുന്നു എന്നുള്ളത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിന് വലിയൊരു പൊളിറ്റിക്കൽ, ഇതിൻ്റെ ഒരു രാഷ്ട്രീയമായ ഒരു പ്രത്യാഘാതമുള്ള ഒരു സംഭവമാണ് ഇതെന്ന്. തീർച്ചയായും ആ രാഷ്ട്രീയ പ്രത്യാഘാതം എന്ന് പറയുന്നത് BJPക്ക് തന്നെയാണ്. കാരണം ഗുജറാത്ത് ഗവൺമെൻറ്റിനെയാണ് സുപ്രീം കോടതി അതിശക്തമായി വിമർശിക്കുകയും തങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് പറയുക, ഒരു കോടതി പറയാണ്, ഈ രാജ്യത്തിൻ്റെ പരമോന്നത കോടതി പറയുകയാണ്, ഒരു സംസ്ഥാന സർക്കാർ തങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന്, കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ്, നിയമവിരുദ്ധമായാണ് നീങ്ങിയത്, നടപടികൾ സ്വീകരിച്ചതെന്ന് പറയുമ്പോൾ അതൊരു വലിയ ഒരു രാഷ്ട്രീയ സംഭവ വികാസം തന്നെയാണ് ആയി നമ്മൾ കാണേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോൾ ഗുജറാത്ത് ഭരിക്കുന്ന BJP, ആ BJP ആണ് ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്നത്. ഇത്തരം ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഈ റെമിഷൻ, കുറ്റവാളികളെ, കൊടും കുറ്റവാളികളെ, ഈ ഗാങ് റേപ്പിസ്റ്റുകളെ, കൊലപാതകികളെ അവരെ ജയിൽ തുറന്ന് പുറത്തേക്ക് വിടുന്ന, ശിക്ഷ ഇളവ് കൊടുക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിനെക്കുറിച്ച് ഒരു അക്ഷരം പോലും മിണ്ടാതിരുന്ന പ്രധാനമന്ത്രിയുടെ മേലെയും ശ്രീ നരേന്ദ്രമോദിയുടെ മേലെ ഒരു വലിയ ചോദ്യചിഹ്നം ഈ രാജ്യത്തെ ജനങ്ങൾ ഉയർത്തുന്നുണ്ട്, സ്ത്രീകൾ ഉയർത്തുന്നുണ്ട്. നിങ്ങൾ എന്തുകൊണ്ട് മൗനമായിരുന്നു? നിങ്ങളുടെ മൗനം ഈ റെമിഷന്, ഇതുപോലെ ഈ കുറ്റവാളികളെ അവരെ ശിക്ഷയിൽ നിന്ന് ഇളവ് ചെയ്തു കൊടുത്തതിന് നിങ്ങൾ അതിന് പിന്തുണ നൽകുന്നില്ല. നിങ്ങളുടെ നിശബ്ദത അത് പിന്തുണയ്ക്ക് തുല്യമല്ലേ എന്നുള്ളൊരു ചോദ്യമുണ്ട്.
അതോടൊപ്പം തന്നെ നിയമവിരുദ്ധമായ ഒരു സംസ്ഥാന സർക്കാർ ഇടപെടുമ്പോൾ അതിൽ ഇടപെട്ട ആ തെറ്റിനെ തിരുത്തേണ്ട കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം എന്തുകൊണ്ട് ആഭ്യന്തരമന്ത്രി ഈ നിശബ്ദത പാലിച്ചു എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. അപ്പോൾ എനിക്ക് തുടക്കത്തിൽ പറയാനുള്ളത്, ഈ രാജ്യത്തെ സ്ത്രീകൾ രമേശിലൂടെ ഈ കുറ്റവാളികളെ മോചിപ്പിച്ചതിലൂടെ ഈ രാജ്യത്ത് സ്ത്രീകളുടെ ജനാധിപത്യ അവകാശങ്ങൾ, സ്ത്രീകളുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായുള്ള നിരവധി സ്ത്രീപക്ഷ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾക്കൊന്നിനും തന്നെ കടലാസിന്റെ പോലും വിലയില്ലാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കുന്ന ഒന്നായിരുന്നു ഈ കൊടും കുറ്റവാളികളെ ജയിലിൽ നിന്നും മോചിപ്പിച്ചത്. അത് ശരിയല്ല, അങ്ങനെയല്ല എന്നുള്ളത് സ്ഥാപിക്കുകയാണ് ഇന്ന് സുപ്രീം കോടതി ചെയ്തിരിക്കുന്നത്. ശരി.